ഹലോ, ഫുഡ് കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ എന്ന പേപ്പറിലെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്സ് ഓഫ് ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് വാട്ട് ഈസ് ഫുഡ് കെമിസ്ട്രി? എന്താണ് ഫുഡ് കെമിസ്ട്രി? ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫുഡ് സയൻസ്. ഫുഡ് സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഫുഡിന്റെ കെമിക്കൽ കോമ്പോസിഷനും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസും. ദെൻ കെമിക്കൽ ചേഞ്ചസ്, എപ്പോഴൊക്കെ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസ് ആണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന്റെ പ്രോസസ്സിങ്ങിന്റെ ടൈമിൽ ഫുഡിന് വരുന്ന കെമിക്കൽ ചേഞ്ചസ്, ഓൾസോ സ്റ്റോർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ്, ഫുഡ് സയൻസിലെ ഒരു ബ്രാഞ്ചാണ് ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോ ഇത് ഫുഡ് ഇൻഡസ്ട്രിയിൽ എന്താണ് മെയിൻ റോൾ ആണ് ഫുഡ് കെമിസ്ട്രിക്ക് ഉള്ളത്. ഫുഡ് സേഫ് ആയിട്ട് നിൽക്കാനും ഫുഡ് ന്യൂട്രീഷ്യസ് ആയിട്ട് ന്യൂട്രിയന്റിന്റെ കണ്ടന്റിന് വ്യത്യാസമില്ലാതെ ഫുഡ് പ്രൊഡക്ഷൻ തൊട്ട് കൺസ്യൂമറിന് എത്തുന്ന വരെ ഫുഡ് സേഫ് ആയിട്ടും ന്യൂട്രിയന്റ് ലെവലിലും കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കെമിസ്ട്രിക്ക് ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ മെയിൻ റോൾ ആണ് ഉള്ളത്. ദെൻ ഫുഡ് കെമിസ്റ്റ് അല്ലെങ്കിൽ ഫുഡ് കെമിസ്ട്രി എന്താണ്? ഫുഡ് കെമിസ്റ്റ് മെയിൻ ആയിട്ട് ഇതിലെ കോമ്പണൻസ് ആയിട്ടുള്ള എൻസൈംസ്, കെമിക്കൽ കോമ്പണൻസ് ആയിട്ടുള്ള എൻസൈംസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ഇതൊക്കെ ഒരു എൻവിറോൺമെന്റൽ ഫാക്ടറുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും, അതായത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഓക്സിജൻ തുടങ്ങിയ എൻവിറോൺമെന്റൽ ഫാക്ടറുമായിട്ട് എങ്ങനെയാണ് ഇവയെല്ലാം റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഫുഡിന് എന്തെങ്കിലും ക്വാളിറ്റി ചേഞ്ചോ അല്ലെങ്കിൽ ഫുഡിന്റെ സേഫ്റ്റിയിൽ എന്തെങ്കിലും ഡിഫറൻസോ ന്യൂട്രീഷണൽ വാല്യൂവിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫുഡ് കെമിസ്റ്റ് എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. അവരതിനെ കുറിച്ചിട്ടൊന്ന് സ്റ്റഡീസ് ചെയ്യും. ഈ സ്റ്റഡീസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ അത് ഫുഡിന്റെ ഫ്രഷ്നെസ്സോട് കൂടി ഫുഡിനെ പ്രിസർവ് ചെയ്യാനും സ്പോയിലേജ്, അതായത് ഫുഡ് കേടുപാടുകൾ ഇല്ലാതെ നിലനിർത്താനും അതിന്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനും. ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് അതിന്റെ ക്വാളിറ്റി ചേഞ്ച് ഇല്ലാണ്ട് അതിന്റെ ഫിസിക്കൽ ചേഞ്ചും ഇല്ലാതെ എത്ര കാലം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും, എത്ര കാലം വരെ അത് നിൽക്കും, പഴകാതെ നിൽക്കും എന്നുള്ളതാണ് അതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഷെൽഫ് ലൈഫ് നിങ്ങൾ ഒരു പാക്ഡ് ഫുഡ് ആണെങ്കിൽ അതിന് എഴുതിയിട്ടുണ്ടാവും യൂസ് ബൈ ഡേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ബിഫോർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് അതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇത്ര ദിവസം എന്നുള്ളത് അത് ആ ഫുഡ് എത്ര ദിവസം അതൊരു ഡിഫറൻസും ഇല്ലാണ്ട് നിൽക്കും എന്നാണ് അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഫുഡ് കെമിസ്ട്രിന്റെ ഒരു റോള് ക്വാളിറ്റി ആൻഡ് പ്രിസർവേഷനിലുള്ള ഒരു റോളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഫുഡ് കെമിസ്ട്രി എന്ത് ചെയ്യും? ഇതെല്ലാം അനലൈസ് ചെയ്യും. അതിനുശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇത് എങ്ങനെ പ്രിസർവ് ചെയ്യണം, എങ്ങനെ സ്പോയിലേജ് വരാതെ നിൽക്കും, എങ്ങനെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് എന്താണ് ഒരു ഫുഡ് കെമിസ്റ്റ് ആണ് നമുക്ക് പറയാം. അപ്പൊ ഫുഡ് കെമിസ്ട്രിന്റെ ഒരു റോൾ മനസ്സിലായില്ലേ, എങ്ങനെയാണ് പ്രിസർവേഷനിൽ എന്താണ് ഫുഡ് കെമിസ്ട്രിയുടെ ഒരു റോള് എന്നുള്ളത്. ദെൻ ഇമ്പാക്ട് ഓഫ് പ്രോസസിങ് ഓൺ കെമിക്കൽ സ്ട്രക്ചർ, അതായത് ഇപ്പോൾ നമ്മൾ ഹോംലി മെത്തേഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ലാർജ് ഇൻഡസ്ട്രിയൽ ലെവൽ ആണെങ്കിലും ഒരു പ്രോസസിങ് മെത്തേഡ് ആയിട്ടുള്ള മില്ലിങ്ങോ അല്ലെങ്കിൽ ഓയിൽ എക്സ്ട്രാക്ഷൻ, ജ്യൂസ് എക്സ്ട്രാക്ഷൻ, ഒരു ഫ്രൂട്ട്സ് നിന്ന് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും, അതുപോലെ തന്നെ ഓയിൽ എക്സ്ട്രാക്ഷൻ നമ്മൾ കോക്കനട്ട് അല്ലെ, തേങ്ങ ഉണക്കി കൊപ്രയാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഗ്രെയിൻസ് ആണെങ്കിൽ നമ്മൾ അരിനെ കുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, ചോറായി മാറുമ്പോൾ എന്ത് ചെയ്തു, അവിടെ ഒരു ഫിസിക്കൽ ചേഞ്ചും ഉണ്ട് കെമിക്കൽ ചേഞ്ചും ഉണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫുഡ് കെമിസ്റ്റ് എന്ത് ചെയ്യും, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു ന്യൂട്രിയന്റ് അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ ചേഞ്ച്, അതിന്റെ സ്റ്റാർച്ച് ലെവൽ, ഓവറോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഫുഡ് കെമിസ്റ്റ് ആണ്. അപ്പൊ ഈ ഫുഡ് കെമിസ്റ്റിന്റെ ഒരു മെയിൻ റോൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്, കസ്റ്റമറിലേക്ക്, കൺസ്യൂമേഴ്സിന് എങ്ങനെ നല്ല ഒരു ഫുഡ് കൊടുക്കാം, നല്ല സേഫ് ആയിട്ടുള്ള ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഒരു ഫുഡ് കെമിസ്റ്റിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ദെൻ വേറെ ഫുഡ് കെമിസ്ട്രി വേറെ ഏതൊക്കെ സയന്റിഫിക് ഫൗണ്ടേഷൻസ് ആണ് തരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സുമായിട്ട് അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഫുഡിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ സേഫ്റ്റി, ന്യൂട്രീഷൻ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫുഡ് കെമിസ്ട്രി എന്നുള്ള ബ്രാഞ്ചിൽ നമുക്ക്
പഠിക്കാനും നമുക്ക് കണ്ടെത്താനും പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് ഫുഡ് കെമിസ്ട്രി അല്ലെങ്കിൽ ഫുഡ് കെമിസ്ട്രിന്റെ ഒരു റോൾ എന്താണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഫുഡ് കെമിസ്ട്രി പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് പഠിക്കണം. എന്താണ് എങ്ങനെയാണ് ഫുഡ് കെമിസ്ട്രി ഇത്രത്തോളം ഡെവലപ്ഡ് ആയത്, എങ്ങനെയാണ് ഈ രീതി ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് ഫുഡ് കെമിസ്ട്രി എത്തിപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിലെ ഫസ്റ്റ് ഹിസ്റ്ററിനെ നമ്മൾ ഇവിടെ 5 ടൈപ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 5 സ്റ്റെപ്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്നത് 20th സെഞ്ചുറി ആയപ്പോഴാണ് ഇത് ഡെവലപ്ഡ് ആയത്. അംഗീകരിക്കപ്പെട്ടത് എന്താണ് 20th സെഞ്ചുറി ആയപ്പോഴാണ്. പക്ഷെ ഒരു 18th സെഞ്ചുറി തൊട്ടേ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഇത് നടക്കുന്നുണ്ട്. 18th സെഞ്ചുറി തൊട്ടേ ഫുഡ് കെമിസ്ട്രി എന്നുള്ള ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അന്ന് ഫുഡ് കെമിസ്ട്രിയും അഗ്രികൾച്ചറൽ കെമിസ്ട്രിയും കൂടി ചേർന്നിട്ടാണ് അന്ന് ഫുഡിന്റെ സേഫ്റ്റി, ന്യൂട്രീഷൻ, ഹെൽത്തി അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ബിഗിനിങ്ങില് ബിഗിനിങ് എന്നുള്ള പാർട്ടില് അതായത് ഫുഡ് കെമിസ്ട്രി എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ബിഗിനിങ്ങില് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 3000 to 1500 BCയിലാണ് ഈ ഒരു കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത്. അപ്പോ പുരാതന കാലത്ത് സുമേറിയൻസ്, മെസ്സപ്പെട്ടോമിയൻസ് എന്ത് ചെയ്തു, ഫെർമെന്റേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചു. ഫെർമെന്റേഷൻ പ്രോസസ്സ് അവരെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അന്ന് ബാർലിയും ഹണിയും യൂസ് ചെയ്തിട്ട് അവര് ബിയർ ഉണ്ടാക്കി. ബാർലിയും ഹണിയും യൂസ് ചെയ്തിട്ട് അവര് ബിയർ പ്രിപ്പയർ ചെയ്തത് ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ ഫെർമെന്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഷുഗർ, നമ്മൾ സ്റ്റാർച്ചിൽ ഷുഗറിൽ നിന്ന് ആസിഡോ ആൽക്കഹോളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രോസസ് ആണ് എന്ത്, ഫെർമെന്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ നമുക്കറിയാം, നമ്മള് ഇഡ്ഡലി മാവ് പുളിപ്പിക്കുന്നതൊക്കെ ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സാണ്. നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കും അല്ലെ, എന്നിട്ട് പൊങ്ങി വരും, മാവ് പുളിക്കും. അതൊക്കെ എന്താണ്, ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സാണ്. അപ്പൊ അതേപോലെ തന്നെ അന്ന് അവർ കണ്ടുപിടിച്ചതാണ് ബിയറും ഹണി യൂസ് ചെയ്തിട്ട് ബാർലിയും ഹണി യൂസ് ചെയ്തിട്ട് ബിയർ ആക്കുന്നത് ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെ ആണെന്നുള്ളത് അവരന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസ് ആണ് പ്രിസർവേഷൻ ടെക്നിക്സ് കണ്ടുപിടിക്കുന്നത്. പ്രിസർവേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്, പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, സൂക്ഷിച്ചു വെക്കുക അല്ലെ. ഒരു ഫുഡ് പ്രോഡക്റ്റിനെ എങ്ങനെ എത്ര കാലം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പൊ അന്ന് അവർ കണ്ടുപിടിച്ച പ്രിസർവേഷൻ ടെക്നിക്സ് ആണ് സോൾട്ടിങ്, സ്മോക്കിംഗ് ആൻഡ് പിക്ലിങ്. സോൾട്ടിംഗ് എന്ന് പറയുന്നത് ഉപ്പിലിട്ട് വെക്കുക, സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഡ്രൈ ചെയ്ത് വെക്കാണ്. അപ്പൊ സോൾട്ടിംഗ് നമുക്കറിയാം, നമ്മൾ സീസണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന മാംഗോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 വർഷം 2 വർഷമൊക്കെ നമ്മൾ ഭരണിയിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, പ്രിസർവ് ചെയ്യാറുണ്ട്. വെറും സോൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രിസർവ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാലോ മാംഗോസ് അത്രയും കാലം നിൽക്കും സോൾട്ടിങ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെയാണ് പിക്ലിംഗ് പ്രോസസ്സും. പിക്ലിംഗ് എന്ന് പറയുന്നത്, പിക്കിൾസ് നിങ്ങൾക്ക് അറിയാം, അച്ചാറാണ് ഉള്ളത്. അപ്പൊ അത് പിക്ലിംഗ്, സോൾട്ട് വിനെഗർ യൂസ് ചെയ്തിട്ട് പിക്ലിംഗ് ചെയ്താൽ ഒരു ഫുഡിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചത് ആരാണ്, ഈജിപ്ഷ്യൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഡിസ്കവറീസ് പറയുന്നത് ജസ്റ്റ് ആ പേരുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യാം. മെസ്സപ്പെട്ടോമിയൻസ് ആണ് ഫെർമെന്റേഷൻ കണ്ടുപിടിച്ചത്, ഈജിപ്ഷ്യൻസ് ആണ് പ്രിസർവേഷൻ ടെക്നിക്സ് കണ്ടുപിടിച്ചത്. Then alchemist medieval കോൺട്രിബ്യൂഷൻസിൽ മധ്യകാലഘട്ടം ആയപ്പോഴേക്കും ആ 3000 to 1500 BC കഴിഞ്ഞ് പിന്നെ മധ്യകാലഘട്ടങ്ങളിൽ ആയപ്പോഴേക്കും ആൽക്കമിസ്റ്റ് അന്ന് കണ്ടുപിടിച്ചിരുന്നത് ലോഹങ്ങളിൽ നിന്ന് അവര് ഗോൾഡ് ഉണ്ടാക്കിയായിരുന്നു കണ്ടുപിടിച്ചത്. അപ്പൊ അവര് ഫുഡ് കെമിസ്ട്രിക്ക് കൊടുത്ത ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എക്സ്ട്രാക്ഷൻ മെത്തേഡും പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ. അതായത് ഫുഡിന്റെ കോമ്പോസിഷൻ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം, പ്യൂരിഫൈ ചെയ്തിട്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ള 2 എക്സ്പെരിമെന്റ്സ് അവരാണ് എന്ത് ചെയ്തത്, കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് യൂസസ് ഓഫ് സ്പൈസ് ആൻഡ് ഹെർബ്സ്. സ്പൈസും ഹെർബ്സും ഔഷധങ്ങളൊക്കെ യൂസ് ചെയ്താൽ എന്ത് ചെയ്യും, ഫുഡിലേക്ക് കൂടുതൽ ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ ഫുഡിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ കാലം അതിന്റെ ഒരു ഷെൽഫ് ലൈഫ് നമുക്ക് കൂട്ടാം എന്ന് കണ്ടുപിടിച്ചത് ഈ ആൽക്കമി ആയിരുന്നു. അപ്പോ ഈ ബിഗിനിങ്ങിൽ വരുന്ന ഒരു 3 കണ്ടുപിടുത്തങ്ങളാണ് ആൽക്കമിയുടേതും പിന്നെ മെസ്സപ്പെട്ടോമിയൻസിന്റെയും ദെൻ ഈജിപ്ഷ്യൻസിന്റെയും. അപ്പോ അത് ഓർത്ത് വെക്കാം. ദെൻ വരുന്നതാണ് ബി പാർട്ടിൽ വരുന്നതാണ് സയന്റിഫിക് റവല്യൂഷൻസ്. എന്തെല്ലാം ഡിസ്കവറീസ് ആണ് ഇനി ഫുഡ് കെമിസ്ട്രിയിൽ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോ ഫൗണ്ടേഷണൽ ഡിസ്കവറി ഫസ്റ്റ് തന്നെ 17th and 18th സെഞ്ചുറി ആയപ്പോഴേക്കാണ് എന്ത് ചെയ്യുന്നത്, ഒരു സിസ്റ്റമാറ്റിക് എക്സ്പെരിമെന്റേഷൻ ഫുഡ് കെമിസ്ട്രിയിൽ സ്റ്റാർട്ട് ആവുന്നത്. സിസ്റ്റമാറ്റിക് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത് അന്നാണ് ഒരു ബേസിക് കെമിക്കൽ ലോസ് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ എലമെന്റ്സിനെയും
കോമ്പൗണ്ട്സിനെയും ഒക്കെ ഐസൊലേറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്, 17th and 18th സെഞ്ചുറിയിലാണ്. ദെൻ അവിടെ വരുന്ന ഒരു മെയിൻ ഒരു ഡിസ്കവറി ആയിരുന്നു ലാവോസിയർ ഓക്സിജൻ കണ്ടുപിടിച്ചതും പ്രീസ്ലി ഹൈഡ്രജൻ കണ്ടുപിടിച്ചതും. അത് കണ്ടുപിടിച്ചു അവരാണ്, ലാവോസിയർ ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്, പ്രീസ്ലി ആണ് എന്ത് കണ്ടുപിടിച്ചത്, നൈട്രജൻ കണ്ടുപിടിച്ചത്. അതെല്ലാം ഈ ഒരു സെഞ്ചുറിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഓൾസോ ഫെർമെന്റേഷൻ, ലാവോസിയർ ഫെർമെന്റേഷൻ സ്റ്റഡീസ്, കൂടുതൽ സ്റ്റഡീസ് നടത്തി ഫെർമെന്റേഷനിൽ. ദെൻ അദ്ദേഹം ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ ഫെർമെന്റേഷൻ എന്നുള്ളത് രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഫുഡ് കോമ്പോസിഷനിൽ എന്ത് ചെയ്തു, ഫുഡ് കെമിസ്ട്രിയിൽ കൂടുതൽ ഫുഡ് കെമിസ്ട്രിനെ കൂടുതൽ മനസ്സിലാക്കാനും പറ്റി. ദെൻ അവരുടെ ഓക്സിജനും നൈട്രജനും കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഫുഡ് കോമ്പോസിഷന് കൂടുതൽ എളുപ്പമാക്കാൻ പറ്റി. ഫുഡിൽ എന്തൊക്കെല്ലാം കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും ഡിസ്കവർ ചെയ്യാനും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഈ ഓക്സിജൻ നൈട്രജന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ദെൻ 1767 845 കാലഘട്ടത്തിലാണ് സസുറെ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് എന്ത് ചെയ്തത്, പ്ലാന്റിന്റെ റെസ്പിറേഷനും സസ്യങ്ങളിലെ റെസ്പിറേഷനും അതുപോലെ തന്നെ സസ്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള മിനറൽ കണ്ടന്റ്സ്, പ്ലാന്റിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മിനറൽ കണ്ടന്റ്സിനെയും കുറിച്ചിട്ട് ഡിസ്കവർ ചെയ്തത് ഈ ഒരു സമയത്തായിരുന്നു, 1767 1845 കാലഘട്ടത്തിലായിരുന്നു. ഇതും എന്താണ് ഫുഡ് കെമിസ്ട്രിയിൽ നല്ലൊരു റോളാണ് ഇത് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒന്നാമത് കെമിക്കൽ കോമ്പോസിഷൻസ്, ഫുഡിന്റെ കെമിക്കൽ കോമ്പോസിഷൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പ്ലാന്റിലെ മിനറൽ കണ്ടന്റ് കണ്ടുപിടിച്ചത്. ദെൻ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്, മിൽക്കില് ലാക്റ്റിക് ആസിഡ് ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ലെമണിന്ന് സിട്രിക് ആസിഡ് ആണ്, ആപ്പിളില് മാലിക് ആസിഡ് ഉണ്ട് എന്നുള്ളതൊക്കെ ഐസൊലേറ്റ് ചെയ്തത് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആയിരുന്നു. അവരുടെ ഈ ഒരു ഇത് ഡിറ്റർമൈനിങ് മിനറൽ കണ്ടന്റ് ഓഫ് പ്ലാന്റ്സ്, സസുറയുടെ സ്റ്റീലിന്റെ ഈ ഐസൊലേഷൻ മെത്തേഡും അന്ന് അനലൈറ്റിക്കൽ ഫുഡ് കെമിസ്ട്രി ലെവലിലേക്ക് എന്തായി ഫുഡ് കെമിസ്ട്രീനെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 5 സയന്റിസ്റ്റിനെ ഓർത്തു വെക്കുക. നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ്, ലാവോസിയർ ഓക്സിജൻ ആൻഡ് ഓൾസോ ഫെർമെന്റേഷൻസിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡീസ്, ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ ഫെർമെന്റേഷൻ കൊണ്ടുവന്നത് ലാവോസിയർ ആയിരുന്നു. ദെൻ പ്രീസ്ലി നൈട്രജൻ കണ്ടുപിടിച്ചത്. ദെൻ തിയോഡോർ ഡി സാസുറയാണ് എന്ത് ചെയ്തത്, മിനറൽ കണ്ടന്റ് ഇൻ പ്ലാന്റ്സും അതുപോലെ പ്ലാന്റ് റെസ്പിറേഷനും കണ്ടുപിടിച്ചത്. ദെൻ സ്റ്റീലാണ് എന്തത്, ഐസൊലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ്, മാലിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ് ഒക്കെ ഡിസ്കവർ ചെയ്തത്. ഈ സയന്റിസ്റ്റുകളുടെ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം, അത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും, ഇതിന്റെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ നിങ്ങൾ അത് ഓർത്ത് വെക്കാം. ഫുഡ് കെമിസ്ട്രിയുടെ ഒരു റോൾ, ഇന്ത്യയിൽ എങ്ങനെയാണ് ഫുഡ് കെമിസ്ട്രി വന്നത് എന്ന് നോക്കുമ്പോൾ ആൻഷ്യൻ 1000 BC ആയുർവേദ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ആയുർവേദമാണ് ഈ ഫുഡ് കെമിസ്ട്രിന്റെ ഒരു റൂട്ട് വരുന്നത്, ആയുർവേദത്തിലാണ് ഫുഡ് കെമിസ്ട്രിന്റെ ഒരു റൂട്ട് വരുന്നത്. അന്നത്തെ 2 പുസ്തകങ്ങളായിരുന്നു ചരക സംഹിത ആൻഡ് സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ചരക സംഹിതയിലാണ് ഫുഡിന്റെ കോമ്പിനേഷൻസ്, ഡൈജഷനും ഹെൽത്തിനെയും എഫക്ട് ചെയ്യുന്ന ഫുഡ് കോമ്പിനേഷൻസിനെ കുറിച്ച് പറയുന്നത് സംഹിതയിലായിരുന്നു, ചരക സംഹിതയിലായിരുന്നു. ആൻഡ് സുശ്രുത സംഹിതയിലായിരുന്നു ഹെർബ്സ് ആൻഡ് സ്പൈസസിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നത്, മെഡിസിനൽ യൂസസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ അന്നത്തെ ആ പുസ്തകങ്ങളിൽ ഫുഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നത് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. രസ അതായത് ടേസ്റ്റിന്റെ ഇതിലും എനർജിയുടെ ഇതിലും, വിഭാഗ പോസ്റ്റ് ഡൈജസ്റ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ്, പിന്നെ എഫക്റ്റ് ഓൺ ദോഷാസ് എന്ന് പറയുന്നത് അന്നത്തെ വാദം, പിത്തം, കഫം ഇങ്ങനെയുള്ള രോഗങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന ഫുഡുകൾ ഏതാന്നുള്ള രീതിയിലാണ് അന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു എക്സാമ്പിൾ ആണ് ഹണി ഈസ് ഹീറ്റിംഗ് ആൻഡ് ഹെൽപ്സ് ഡൈജഷൻ. ഹണീനെ തേനിനെ ചൂടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്നുള്ളൊരു കുക്കിംഗ് മെത്തേഡ് അതിലുണ്ടായിരുന്നതായിരുന്നു ദം കുക്കിംഗ് എന്ന് പറയുന്നത്. ദം കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ അടച്ചു വെച്ച പാത്രത്തിൽ എന്ത് ചെയ്യാം, സ്ലോലി കുക്ക് ചെയ്യുന്ന രീതിയെയാണ് ദം കുക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ അതും ആൻഷ്യൻ ഇന്ത്യയിൽ എന്തായിരുന്നു, പോപ്പുലർ ആയിരുന്നു. അത് പേർഷ്യൻസിന്റെ കയ്യിൽ നിന്നാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് സയന്റിഫിക് റെവല്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ട്രാൻസിഷൻ ഡിസ്കവറി.
ട്രാൻസിഷൻ ആൻഡ് ഡിസ്കവറിയിൽ കൂടുതൽ എലമെന്റൽ അനാലിസിസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഏർലി എലമെന്റൽ അനാലിസിസ് 1780 1850 കാലഘട്ടത്തില് ഗേ-ലുസാക്കും തെനാർഡും, ഗേ-ലുസാക്ക് ആൻഡ് തെനാർഡ് എന്ന് പറയുന്നത് രണ്ട് സയന്റിസ്റ്റ് ആണ്. ഇവര് രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ പ്ലാന്റ് ഫുഡ്സ് നിന്ന്, സസ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ എന്നുള്ള കോമ്പൗണ്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ തെനാർഡ് കണ്ടുപിടിച്ചതാണ് കാർബൺ, ഹൈഡ്രജൻ. ചില ഫുഡുകളിൽ നൈട്രജനും കൂടി ഉണ്ടാകും എന്നാണ്. ഇത് രണ്ടും അവരുടെ കണ്ടുപിടുത്തമായിരുന്നു. ദെൻ ഡേവിയുടെ ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എലമെന്റ്സ് ഓഫ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി, അനദർ സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. 1813 അദ്ദേഹം എന്ത് ചെയ്തു? ഫുഡ് കെമിസ്ട്രിയും അഗ്രികൾച്ചറും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഓർഗാനിക് ഫുഡ് കെമിസ്ട്രിയിലേക്ക് എങ്ങനെയാണ് ഡെവലപ്മെന്റ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ, കെമിക്കൽ എലമെന്റൽ ബെർസീലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ എലമെന്റൽ അനാലിസിസിൽ കൂടെ കുറച്ച് കെമിക്കൽ ലോസ് എന്ത് ചെയ്തു? കൊടുത്തു. കോൺട്രിബ്യൂഷൻ ആയിട്ട് കെമിക്കൽ ലോസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ ഷ്രെവൽ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ഓർഗാനിക് ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, മൃഗങ്ങളുടെ കൊഴുപ്പുകളിൽ നിന്ന് ഫാറ്റി ആസിഡ്സ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കവർ ചെയ്തത്. അദ്ദേഹം സ്റ്റിയറിക് ആസിഡ് ആൻഡ് ഒലീക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓർഗാനിക് ആസിഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ബിയോമോൺസ് ആണ് ഗാസ്ട്രിക് ഡൈജഷൻ എക്സ്പെരിമെന്റ്സ്. ഫുഡ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഗാസ്ട്രിക് ഡൈജഷൻ എക്സ്പെരിമെന്റ്സ് കൂടുതലായിട്ട് നടത്തിയിട്ടുള്ളത് ബിയോമോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആയിരുന്നു. സയന്റിസ്റ്റുകളുടെ പേരൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. ദെൻ ജസ്റ്റിസ് വോൺ ലേബിഗ്. ലേബിഗ്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഫുഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. നൈട്രോജീനിയസ് ഫുഡ് എന്നും നോൺ നൈട്രോജീനിയസ് ഫുഡ് എന്നും. നൈട്രോജീനിയസ് എന്ന് പറയുന്നത് ഫൈബ്രിൻ, ആൽബുമിൻ ആൻഡ് ക്രസീൻ അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. നോൺ നൈട്രോജീനിയസ് ആയിട്ട് ഫാറ്റ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഈ ജസ്റ്റിസ് വോൺ ലേബിഗ്സിനെയാണ് ഫാദർ ഓഫ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് അഗ്രികൾച്ചറൽ കെമിസ്ട്രിയുടെ ഫാദർ എന്ന് പറയുന്നത് ജസ്റ്റിസ് വോൺ ലേബിഗ് ആണ്. ദെൻ അദ്ദേഹത്തിന്റെ അടുത്തൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഇൻ ഓർഗാനിക് ഫുഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓർഗാനിക് ഫുഡ് അനാലിസിസിലെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമായിരുന്നു. ദെൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ഫുഡ് കെമിസ്ട്രിയിലുള്ള ഒരു കോംപ്രിഹെൻസീവ് ബുക്കാണ് റിസർച്ചേഴ്സ് ഓൺ ദ കെമിസ്ട്രി ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. 1847 അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യുന്നത്, റിസർച്ചേഴ്സ് ഓൺ ദ കെമിസ്ട്രി ഓഫ് ഫുഡ്. ഇതാണ് ട്രാൻസിഷൻ ആൻഡ് ഡിസ്കവറി ഇതിൽ വരുന്നത്. പിന്നെ അതിൽ വരുന്ന ഒന്നാണ് ഒരു ഇൻഡസ്ട്രിയൽ റൈസ് ഓഫ് ഫുഡ് അഡൾട്രേഷൻ അവയർനെസ് വരുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ സമയത്ത് അവിടെ എന്താണ് സെൻട്രലൈസ്ഡ് ഫുഡ് പ്രോസസിങ് എന്തായി കൂടുതലായി നടന്നു. അന്ന് അവിടെ എന്ത് ചെയ്തു? ഫുഡിൽ അഡൾട്രേഷൻ കൂടാൻ തുടങ്ങി. ഫുഡിൽ അഡൾട്രേഷൻ എന്ന് പറയുന്നത് ഫുഡിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഫുഡിൽ എന്ത് ചെയ്യുക? മിക്സ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആഡ് ചെയ്യുന്നതിനൊക്കെയാണ് ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ചീപ്പ് സബ്സ്റ്റൻസ് ആയിരിക്കും, ഒരു ലോ കോസ്റ്റ് സബ്സ്റ്റൻസ് ആയിരിക്കും. പാലിൽ വെള്ളം ചേർക്കുന്നത് ഒരു ഫുഡ് അഡൾട്രേഷൻ ആണ്, ലൈക്ക് ദാറ്റ്. അതുപോലെ എന്ത് ചെയ്തു? ഫുഡില് അഡൾട്രേഷൻ നടക്കാൻ തുടങ്ങി. അന്ന് ഉണ്ടായിരുന്ന കോമൺ അഡൾട്രൻസ് ആണ്, അങ്ങനെ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ അഡൾട്രൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അഡൾട്ടർ ചെയ്ത സബ്സ്റ്റൻസ് ആണ് ലെഡ്, ആർസനിക് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോ ഇത് മൂന്നും എന്ത് ചെയ്തു? അന്ന് കണ്ടുപിടിച്ചു. ഫുഡ് അഡൾട്രൻസ് ഫുഡിലുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത് അന്നായിരുന്നു, ആ ഒരു സമയത്തായിരുന്നു. ഈ ഫ്രെഡറിക് ആക്കം എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് അന്ന് പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുത്തത്. ഇങ്ങനെ ഫുഡില് അഡൾട്രേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള അവയർനെസ് കൊടുത്തത് ഫ്രെഡറിക് ആക്കം ആയിരുന്നു. അദ്ദേഹത്തിന്റെ എ ട്രീറ്റൈസ് ഓൺ അഡൾട്രേഷൻസ് ഓഫ് ഫുഡ് ആൻഡ് കുലിനറി പോയിസൺസ് എന്നുള്ള പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അങ്ങനെ ഒരു അവയർനെസ് കൊടുത്തത്. അപ്പോ ഇങ്ങനെ ഈ ലെഡും ആർസനിക്കും ഫുഡിൽ ഉണ്ടായാൽ കുറെ ദോഷങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ആണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ കൊടുത്തത്. ദെൻ ഇതൊരു അനലൈറ്റിക്കൽ ഫുഡ് കെമിസ്ട്രിയിലേക്കുള്ള ഒരു തുടക്കമായിരുന്നു. ദെൻ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആ ഒരു സമയത്ത് വന്നതെന്ന് നോക്കാം.
ഫസ്റ്റ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജർമ്മനീസ് ഫസ്റ്റ് എക്സ്പെരിമെന്റേഷൻ സ്റ്റേഷൻ ഫസ്റ്റ് വന്നത് 1860-ലായിരുന്നു. പിന്നെ യു എസിലും വന്നിട്ടുണ്ട് 1862 അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ. അതിന്നാണ് ലാൻഡ് ഗ്രാന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് ഉണ്ടായത്. ഈ അഗ്രികൾച്ചറൽ സ്റ്റേഷൻസ് കൂടുതൽ പഠനത്തിലേക്കും ഇതിലൊക്കെ നയിച്ചിട്ടുണ്ട്. ദെൻ അവിടെ ഉണ്ടായിരുന്ന അത് ഹാർലി വിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയന്റിസ്റ്റ് ആണ് അത് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് ഒരു ചാമ്പ്യൻ ആയിട്ട് നിന്നിരുന്നത്. അദ്ദേഹം ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറെ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹമാണ് പ്യുവർ ഫുഡ് ആൻഡ് ഡ്രഗ് ആക്ട് 1906 രൂപപ്പെടുത്തിയത്. പ്യുവർ ഫുഡ് ആൻഡ് ഡ്രഗ് ആക്ട് എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നത് ഈ വിലി ആയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വാൻസസ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ സ്റ്റേഷൻസ് ജർമ്മനിയിൽ ഫസ്റ്റ് ഉണ്ടായി, ദെൻ യു എസിൽ ഉണ്ടായ അഗ്രികൾച്ചറൽ സ്റ്റേഷൻ അവിടുന്നാണ് ലാൻഡ് ഗ്രാന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം ഉണ്ടായത്. ദെൻ 1906 പ്യുവർ ഫുഡ് ആൻഡ് ഡ്രഗ് ആക്ട് ഉണ്ടായതും ഈ ഒരു യു എസിൽ നിന്നാണ്. ഇത് കഴിഞ്ഞ് മോഡേൺ ഫുഡ് കെമിസ്ട്രിയിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫുഡ് കെമിസ്ട്രി കൊണ്ട് നമുക്ക് ഉണ്ടായത് നോക്കാം. ദ ബർത്ത് ഓഫ് മോഡേൺ ഫുഡ് കെമിസ്ട്രി. അപ്പോ ഇതിലുണ്ടായത് മെയിൻ ഒന്നാണ് ഡിസ്കവറി ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്സ് ആൻഡ് ഫാറ്റി ആസിഡ്സ് ഇതെല്ലാം ഈ ഒരു സമയത്താണ് കെമിസ്റ്റ് എന്ത് ചെയ്തത്, ഡിസ്കവറി ചെയ്തത്. അതുപോലെ തന്നെ സിന്തറ്റിക് അഡിറ്റീവ്സും എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സിന്തറ്റിക് അഡിറ്റീവ്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ, ഫുഡ് അഡിറ്റീവ്സ് എന്നാൽ ഫുഡിന് നമുക്ക് ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോ അത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ, സിന്തറ്റിക്കലി അത് ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ഈ ഒരു മോഡേൺ ഫുഡ് കെമിസ്ട്രിയിലേക്ക് വന്നപ്പോഴാണ്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ്, ആന്റി ഓക്സിഡൻസ്, എമൾസിഫയേഴ്സ് ഒക്കെ എന്ത് ചെയ്തത്, അന്ന് ഡെവലപ്പ് ചെയ്തു. ഇതെല്ലാം എന്താണ്, ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഫുഡിന്റെ ഒരു അപ്പിയറൻസ് ഡെവലപ്പ് ചെയ്യാനും ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്തു, സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുപിടിച്ചത് ഈ ഒരു ബർത്ത് ഓഫ് മോഡേൺ ഫുഡ് കെമിസ്ട്രിയിലായിരുന്നു. ദെൻ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫുഡ് അഡൾട്രൻസ് പറഞ്ഞു അല്ലെ, ലെഡ്, ആർസനിക് ആസിഡ് ഒക്കെ. അപ്പൊ ഇതെല്ലാം മോഡേൺ ഫുഡ് കെമിസ്ട്രി ആയപ്പോഴേക്കും എന്ത് ചെയ്തു, ഈ അനലൈറ്റിക്കൽ കെമിസ്ട്രി ഒന്നും കൂടെ ഡെവലപ്ഡ് ആയി. അനലൈറ്റിക്കൽ ടെക്നിക്സ് എന്ത് ചെയ്തു, ഡിസ്കവർ ചെയ്തു. അതായത് ക്രൊമറ്റോഗ്രഫി, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്തു, അന്ന് ഡിസ്കവർ ചെയ്തു. അത് കാരണം എന്ത് ചെയ്തു, ഫുഡ് കോമ്പണൻസിനെ നമുക്ക് പ്രിസൈസ്ലി ഫുഡ് കോമ്പണൻസ് എന്തൊക്കെയാണ്, എത്രയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഈ അനലൈറ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടാമിനൻസും, മെർക്കുറി, ലെഡ് അങ്ങനെയുള്ള അഡൾട്രൻസും അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിന് കണ്ടുപിടിക്കാനും ഈ ക്രോമറ്റോഗ്രഫി ആൻഡ് സ്പെക്ട്രോസ്കോപ്പി എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ അന്ന് ഹാർവേ ആൻഡ് വില്ലിസ് USA ലാബും എന്ത് ചെയ്തു, അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. 1906 ഇങ്ങനെ ഒരു ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതോടുകൂടി എന്ത് ചെയ്തു, കൂടുതൽ സ്റ്റഡീസ് 20th സെഞ്ചുറി ആയപ്പോഴേക്കും കൂടുതൽ സ്റ്റഡീസ് നടത്താണ് ഉണ്ടായിട്ടുള്ളത്. ഫുഡ് കെമിസ്ട്രിയിൽ കൂടുതൽ സ്റ്റഡീസ് നടത്തുന്ന ഞാൻ ഫസ്റ്റ് പറഞ്ഞു 20th സെഞ്ചുറി ആയപ്പോഴാണ് ഫുഡ് കെമിസ്ട്രീനെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ 18th സെഞ്ചുറി തൊട്ടേ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുഡ് കെമിസ്ട്രി ഉണ്ട്. അതിനെ ഈ നിലയിലേക്ക് എത്തിച്ചത് ഇങ്ങനത്തെ ഓരോ കണ്ടുപിടുത്തങ്ങളാണ്. ദെൻ അതുപോലെ തന്നെ ഫങ്ഷണൽ ഫുഡ്സ് കണ്ടുപിടിച്ചതും ഈ ഒരു മോഡേൺ ഫുഡ് കെമിസ്ട്രിയുടെ ഒരു ബേർത്തോടു കൂടിയാണ്. ഫുഡ് ഫങ്ഷണൽ ഫുഡ് എന്ന് പറയുന്നത് ഹെൽത്തിന് ബെനിഫിറ്റ്സ് ആണ്, അതുപോലെ ഏതെങ്കിലും ഒരു രോഗത്തെ അത് ശുശ്രൂഷിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഫുഡ്സ് ആണ് ഫങ്ഷണൽ ഫുഡ്സ് എന്ന് പറയുന്നത്. പ്രത്യേകം ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഫുഡ് കഴിക്കാം. അതായത് ഇപ്പോ പ്രോബയോട്ടിക്സ്, ആന്റി ഓക്സിഡൻസ്, ഒമേഗ 3. ഇപ്പൊ ആന്റി ഓക്സിഡൻസ് ഉള്ള ഫുഡ് എന്ന് പറയുന്നത് ക്യാൻസറിനെതിരെയുള്ളതാണ്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഡൈജഷനെ നമുക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഫുഡാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ഫങ്ഷണൽ ഫുഡ്സിന്റെ ഒരു കണ്ടുപിടുത്തം ലേറ്റ് 20th നടന്നിട്ടുണ്ടായിരുന്നത്. ലേറ്റ് 20th സെഞ്ചുറി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഫങ്ഷണൽ ഫുഡ്. Then sustainability and personalization, the last ഹിസ്റ്ററി പാർട്ടിലെ ലാസ്റ്റ് ആണ് സസ്റ്റൈനബിലിറ്റി ആൻഡ് പേഴ്സണലൈസേഷൻ. എങ്ങനെയാണ് ഈ ഒരു ഫുഡ് കെമിസ്ട്രി സസ്റ്റെയിൻ ചെയ്ത്
പോകുന്നത് എന്നുള്ളത്. അപ്പോ ഈ 21st സെഞ്ചുറി ആയപ്പോഴേക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഫുഡ് കെമിസ്ട്രി എന്താണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്കോ ഫ്രണ്ട്ലി ഇന്നോവേഷൻസിൽ പെട്ടതായിരുന്നു ലാബ് ഗ്രോൺ മീറ്റ് എന്ന് പറയുന്നത്. വലിയൊരു ഡിസ്കവറി ആയിരുന്നു. ലാബിൽ വളർത്താൻ പറ്റിയ ഒരു മീറ്റ്, വളർത്തി എടുക്കുന്ന, ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന മീറ്റും അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് ഫുഡും. അത് എന്താണ്, ഒരു വലിയ ഡിസ്കവറി ആയിരുന്നു. അതുപോലെ തന്നെ ആളുകളുടെ ജനറ്റിക് നോക്കി, മോളിക്കുലാർ ബയോളജിയിലുള്ള ഒരു ഫുഡ് കെമിസ്ട്രിന്റെ ഡിസ്കവറിയാണ് നമ്മൾ ജനറ്റിക് പ്രൊഫൈൽസ് വെച്ചിട്ട്, ജനറ്റിക് വെച്ചിട്ട് ആളുകളുടെ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ, ഏതൊക്കെ ന്യൂട്രീഷൻസ് ആണ് വേണ്ടത്, എങ്ങനത്തെ ഫുഡാണ് കഴിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഉള്ളൊരു കണ്ടുപിടുത്തം ഉണ്ടായത് ഈ ലേറ്റ് 21st-ലാണ്. പിന്നെ ഉണ്ടായ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ്, ഫുഡ് കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ് നാനോ ടെക്നോളജി ആൻഡ് എ എന്ന് പറയുന്നത്. നാനോ ടെക്നോളജിയും എ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നാനോ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് നാനോ ടെക്നോളജി ചെയ്യാം. അപ്പൊ ഈ നാനോ ടെക്നോളജി ഫുഡ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നോക്കുന്നത് വെച്ചാല് അതിന്റെ ഫുഡ് പാക്കേജിങ്ങില്, അതുപോലെ തന്നെ ഫുഡ് കോമ്പോസിഷന്, ഇങ്ങനത്തെ മെയിൻ ആയിട്ട് ഫുഡ് പാക്കേജിങ്ങിലൊക്കെ നാനോ ടെക്നോളജി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രിസർവേഷൻ മെത്തേഡിലൊക്കെ നാനോ ടെക്നോളജി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾസോ AI ഹെൽപ്പ് ചെയ്യുന്നത് ഒപ്റ്റിമൈസ് ഫുഡ് ഫോർമുലേഷൻസ് ആൻഡ് പ്രെഡിക്ട് കൺസ്യൂമർ പ്രിഫറൻസസ്. കൺസ്യൂമർ പ്രിഫറൻസസിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഫുഡിന്റെ പ്രൊഡക്ഷൻ, ഫുഡ് ഫോർമുലേഷൻസിൽ മാറ്റം വരുത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്, AI ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഹിസ്റ്ററി എന്നിട്ടുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം സയന്റിസ്റ്റിന്റെ നെയിംസും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻസും നിങ്ങൾ നോക്കി വെക്കുക. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോ ദെൻ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ അതർ പാർട്സുമായി ബാക്കിയുള്ള ഭാഗമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.